പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും പിരിഞ്ഞു. ലോക്സഭയിൽ സമ്പൽ അദാനി വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു രാജ്യസഭയിലെ പ്രതിഷേധം. ഒന്നും സഭാരേഖകളിൽ വരില്ല എന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, 3 വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെടുകയുണ്ടായി പ്രതിപക്ഷം. അതിന് സഭ അനുമതി നൽകുന്നുമുണ്ടായിരുന്നില്ല. വലിയ പ്രതിഷേധത്തിലേക്ക് പോയോ പ്രതിപക്ഷം? വലിയ പ്രതിഷേധത്തിലേക്ക് പോയി. ഇത് 5ാമത്തെ ദിവസമാണ്, തുടർച്ചയായിട്ടുള്ള 5ാമത്തെ ദിവസമാണ് ഈ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ, അദാനി, സമ്പൽ, മണിപ്പൂർ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും അതിനൊന്നും തന്നെ അനുമതി നൽകാതെ സഭാ നടപടികൾ പോലും പൂർത്തിയാക്കാത്ത രീതിയിൽ പിരിഞ്ഞു പോകുന്നൊരവസ്ഥയും ഉണ്ടായത്. ഈ 12 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ രാജ്യസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. അടിയന്തര പ്രമേയ നോട്ടീസുകൾ സമർപ്പിച്ച കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ചർച്ച വേണം, സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, അതല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എംപിമാർ അറിയിച്ചു. മറ്റു വഴികളില്ലാതെയാണ് ജഗദീപ് ധൻഖർ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചത്. അതേസമയം തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒട്ടും തന്നെ പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഈ അടിയന്തര പ്രമേയ നോട്ടീസുമായി അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തുന്നു. അങ്ങനെ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രശ്നം രൂപീകരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ലോക്സഭയിൽ ചോദ്യോത്തരവേള നടക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യോത്തരവേള പോലും പക്ഷേ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായത്. ഈ അദാനി വിഷയത്തിലും സമ്പൽ വിഷയത്തിലും ചർച്ച ആവശ്യപ്പെട്ട് നടുത്തളത്തിലടക്കം ഇറങ്ങി പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെയാണ് ലോക്സഭയും എന്തായാലും ഇന്നത്തേക്ക് പിരിഞ്ഞത്. നാളെ ഇരു സഭകളും 11 മണിക്ക് ചേരും. പക്ഷേ അപ്പോഴും ഈ അദാനി സമ്പൽ വിഷയങ്ങൾ വലിയ ഒരു പ്രതിഷേധാജ്ഞയായി തന്നെ പാർലമെന്റിൽ തുടരുമെന്നുള്ള കാര്യമാണ്. ഇതിൽ ചർച്ചയില്ലാതെ, സഭാ നടപടികളടക്കം നിർത്തിവെച്ചൊരു ചർച്ചയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഈ അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് നൽകിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രത്യേക ചർച്ചയായിട്ട് നൽകിയില്ലെങ്കിൽ പോലും അതിന് കൃത്യമായിട്ട് സമയം കണ്ടെത്തണമെന്നുള്ള കാര്യമെങ്കിലും അതുകൂടിയാണ് എന്തായാലും പ്രതിപക്ഷം തുടങ്ങിയത് മുതൽ ഇതുവരെ സുഖമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇന്നും സഭ പിരിയേണ്ട സാഹചര്യം. ഈ ബഹളത്തിനിടയിൽ പക്ഷേ ആവശ്യമായ ബില്ലുകൾ ഭരണപക്ഷം പാസ്സാക്കിയെടുക്കുന്നു എന്നൊരു വിമർശനം ഇന്ത്യ മുന്നണിക്ക് ഇടയിൽ തന്നെയുണ്ട്. അതായത് ഈ പ്രതിഷേധം തുടരുന്ന സമയത്ത് ഈ ബഹളത്തിനിടയിൽ തന്നെ ബില്ലുകൾ മേശപ്പുറത്ത് വെച്ച് പാസ്സാക്കിയെടുക്കുന്നുമുണ്ട്.